ഓണം ആഘോഷമാണ്, വിപണിയാണ്, ഒഴിവുകാലമാണ്. ഇത് മൂന്നും ചേരുമ്പോൾ വായനക്കായി പ്രത്യേക വിഭവങ്ങൾ ഇറങ്ങും. ഇക്കുറിയും ഇറങ്ങിയിട്ടുണ്ട് ഓണപ്പതിപ്പെന്നും വാർഷിക പതിപ്പെന്നും പേരിട്ട വലിയ കെട്ടുപുസ്തകങ്ങൾ. 1, 2, 3 പുസ്തകങ്ങളിലായി വിവിധ വാരികകളുടെ വിശേഷാൽ പ്രതികൾ. വ്യത്യസ്തതകളെക്കാൾ സമാനതകളാണ് ഇവയ്ക്കെല്ലാം തമ്മിലുള്ളത്. കവർ ചിത്രങ്ങളിൽ ഒരേ മുഖങ്ങൾ, കവർ വിഭവങ്ങളിൽ ഒരേ ചേരുവകൾ. കഥ, കവിത, നോവലറ്റ്, നാടകം തുടങ്ങിയവ പതിവ് പോലെ. എഴുത്തുകാരും പതിവുകാർ. അഭിമുഖങ്ങൾ, അനുഭവക്കുറിപ്പുകൾ, യാത്രാവിവരണം, ലേഖനങ്ങൾ, സിനിമ, ആത്മകഥ എന്നിങ്ങനെ. വായിക്കാൻ ധാരാളം, പക്ഷെ പുതുമ കമ്മി. ഈ വിശേഷ പതിപ്പുകൾ നൽകുന്ന സൂചന ശരിയാണെങ്കിൽ സാഹിത്യത്തിന് പുറത്ത് കൂടുതൽ വായിക്കപ്പെടുന്നത് വ്യക്തിവിശേഷങ്ങളും രാഷ്ട്രീയവുമാണ്. അതുകൊണ്ടാവാം മലയാള മനോരമ വാർഷിക പതിപ്പിലെ കണ്ണൂരിലെ ജയരാജന്മാർ എന്ന അനിൽ കുരുടത്തിൻ്റെ ഫീച്ചർ വേറിട്ട് നിൽക്കുന്നത്. സാങ്കേതികതയുടെ കടന്നുവരവിൽ മലയാളിയുടെ മാധ്യമബോധത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് മംഗളം ഓണപ്പതിപ്പിലെ ചർച്ച പരിശോധിക്കുന്നു. ടെലിവിഷനെ പറ്റി സംവാദം ദേശാഭിമാനി ഓണം വിശേഷാൽ പ്രതിയിലുമുണ്ട്. സാഹിത്യരംഗത്ത് പുതിയ എഴുത്തുകാരെ കണ്ടെത്താനുള്ള ശ്രമം ഇവയിൽ കണ്ടില്ല. ചന്ദ്രിക ഓണപ്പതിപ്പിൽ മാത്രം പുതിയ എഴുത്തുകാരെഴുതിയ കഥകളും കവിതകളും പ്രത്യേകം അവതരിപ്പിച്ച് കണ്ടു. തെരുവ് നാമങ്ങളിലൂടെ സ്ഥലങ്ങളുടെ ചരിത്രം കണ്ടെത്തുന്ന രീതി പുതിയതല്ലെങ്കിലും മലയാളം വാരികയുടെ ഓണക്കാഴ്ചയിൽ ആ ഫീച്ചർ ശ്രദ്ധേയം തന്നെ. പൊതുവെ വിശേഷാൽ പതിപ്പുകളിൽ നർമ്മവും കാർട്ടൂണും കുറവാണ്. ഫീച്ചറുകൾ തന്നെ കുറേ നേരം പോക്കായതുകൊണ്ട് ആ കുറവ് തോന്നാനിടയില്ല എന്ന് മാത്രം. കായിക രംഗത്തിന് പ്രാതിനിധ്യം മിക്കവാറും ഇല്ല. വിശേഷ പതിപ്പുകളുടെ ആധിക്യം അവയുടെ നിലവാരത്തെ ബാധിക്കുന്നുണ്ടോ? പരപ്പ് കൂടുന്നതിനൊത്ത് ആഴം കുറയുന്നുണ്ടോ? ദൃശ്യമാധ്യമങ്ങളുടെ ആധിപത്യം വായനയെ ക്ഷയിപ്പിക്കുന്നുണ്ടോ? ആലോചനയ്ക്ക് വകയുണ്ട്. നോക്കൂ, ട്വിറ്ററിലെ ഒരു ഹാഷ്ടാഗാണിത്. ഫൈൻഡ് മൊയാമീഹ. മാലദ്വീപിലെ ഒരു മാധ്യമ പ്രവർത്തകനെ കാണാതായിട്ട് 1 മാസത്തിലേറെയായി. പത്രക്കാരനെ കണ്ടുപിടിക്കുക എന്ന് അധികാരികളോട് ആവശ്യപ്പെടുന്നു ഈ ഹാഷ്ടാഗ്. കാണാതായ ജേർണലിസ്റ്റ് അഹമ്മദ് റിൽവാൻ അബ്ദുള്ള ആണ്. ജേർണലിസ്റ്റിനെ ആഗസ്റ്റ് 7-ന് കാണാതായതിൽ പിന്നെ ട്വിറ്ററിലും മറ്റും പ്രക്ഷോഭം സജീവമാണ്. കുടുംബാംഗങ്ങളുടെ ആശങ്ക. ನನಗೆ ಎಮ್ಮೆ ಹಾಸ್ಯಕಮಕ್ಕೆ ನನಗೆ ಪರಾತಂ ಇನ್ಸಾನಕ ಎವ್ವೆಸ್ಕಾದ ದೆರೆ ನೊಲಿಬೇಣ ಆಪುಂತ ಇತ್ತ ಮಿಯಕ ಬಾಯಕ್ಕೆ ಕಲ್ಲಾಂಗ ಉನ್ನದು ಮುಳನ್ ಗುಹಕ್ಕೆ ಹೋಸ್ಮೋನಾಯ ನಾವು ಹುಣ್ಣನ ಅಬದ ಸೆಮೆತೆ ಬೇಣಿ ಹಿ ಕೊಮಸ್ ಮಜಾಯತ್ ಸಾಬದಸ್ ಕಿಯಾಣ Uncle, I'm a bloody very happy. Please come back kuda baby. മാലദ്വീപിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ ഭീഷണിയുണ്ട്. ചില അധോലോക സംഘങ്ങൾ പല ലേഖകർക്കും ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരുന്നു. മിനിവൻ ന്യൂസ് എന്ന ബ്ലോഗ് പത്രത്തിലെ ലേഖകനായ റിദ്വാനും അത് കിട്ടിയിരുന്നു. അദ്ദേഹത്തെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നാണ് സംശയിക്കുന്നത്. ലോകമെങ്ങും മാധ്യമപ്രവർത്തകർ നേരിടുന്ന അപകടത്തിൻ്റെ ചെറിയൊരു സൂചനയാണ് ഇത്. അമേരിക്കൻ പത്രപ്രവർത്തകരായ സ്റ്റീവൻ സോട്ട്ലോഫും ജെയിംസ് ഫോളിയും ഐസിസ് എന്ന തീവ്രവാദി സംഘത്തിൻ്റെ കൊലക്കത്തിക്ക് ഇരയായത് ലോകമെങ്ങും നടുക്കമുണ്ടാക്കി. ഗുണ്ടാ സംഘങ്ങളും തീവ്രവാദികളും മാത്രമല്ല മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്നത്. ഭരണകൂടങ്ങൾക്കും അവർ ശത്രുക്കളാകാറുണ്ട്. യുദ്ധത്തിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് സംരക്ഷണമുണ്ടെന്നാണ് സങ്കല്പം. എന്നാൽ യുദ്ധത്തിലും സമാധാനത്തിലും അവർ ആക്രമിക്കപ്പെടുകയാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ നയങ്ങൾ കൂടി ഇതിന് കാരണമാകുന്നുണ്ട് എന്ന് RT ചാനൽ. Beyond just US foreign policy in the region, the deaths of James Foley and Steven Sotloff are reigniting the conversation over freelance war reporting or foreign journalism. According to a report by the AP, the role of freelancers who make a living by selling their stories has expanded across conflict zones in recent years. The question is, knowing how dangerous it is, seeing how many people have disappeared in Syria, why do we're seeing a rise of these freelance journalists go over there? Why do you think they make that decision to go? I mean, it's the money, and it's not very good money. Now, say if you're working for a digital magazine or a newspaper, you know, it's not as much money as say you're a videographer and you get the bang, 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 and you might get 50 grand. നല്ല പത്രപ്രവർത്തകർ കൊല്ലപ്പെടുന്നത് വലിയ നഷ്ടമുണ്ടാക്കുന്നു. സ്റ്റീവൻ സോട്ട്ലോഫ് മികച്ച ജേർണലിസ്റ്റ് ആയിരുന്നു. 31 വയസ്സിനിടയിൽ സംഘർഷമുഖങ്ങളിൽ നിന്ന് നേരിട്ടുള്ള അനേകം റിപ്പോർട്ടുകൾ അയച്ചു. ഫോറിൻ പോളിസി മാഗസിന് വേണ്ടി 2013-ൽ സിറിയൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് വെറുങ്ങലിക്കുന്ന തണുപ്പിൽ പുതപ്പില്ലാതെ വിറയ്ക്കുന്ന സ്ത്രീയോട് സ്റ്റീവൻ ചോദിച്ചു, എന്തേ കമ്പിളിയൊന്നുമില്ലേ എന്ന്. മക്കൾക്ക് ഭക്ഷണം വാങ്ങാൻ ഞാനത് വിറ്റു എന്ന് അവർ. അതിനു മുമ്പ് 2012-ൽ
സിറിയയിലെ തന്നെ അലപ്പോ നഗരവാസികളുടെ കഷ്ടപ്പാടുകളെപ്പറ്റി. മറ്റൊന്ന് ടൈം മാഗസിനിൽ 2012 സെപ്റ്റംബർ 11 ലിബിയ ബംഗാസി ഭീകരാക്രമണത്തെപ്പറ്റി. ഇനിയുമൊന്ന് ലിബിയയിലെ അനന്തര ഫലങ്ങളെപ്പറ്റി. എല്ലാം അതാത് സ്ഥലങ്ങളിൽ നേരിട്ട് ചെന്ന് നടത്തിയ അന്വേഷണങ്ങൾ, കരുണ നിറഞ്ഞ ഹൃദയം കൊണ്ടെഴുതിയ വാർത്തകൾ. ഇത്തരക്കാരെയാണ് ഇന്ന് ആവശ്യം. എന്നാൽ ഇത്തരക്കാരാണ് കൂടുതലും ഇരയാക്കപ്പെടുന്നത്. മാധ്യമപ്രവർത്തകരുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന അമേരിക്കൻ സന്നദ്ധ സംഘടനയാണ് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ്, CPJ. ഇവരുടെ കണക്കനുസരിച്ച് ലോകത്ത് 1992 മുതൽ 1000-ലേറെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സിറിയയിലെ അസദ് ഭരണകൂടം മാരി കോൾവിനെ കൊല ചെയ്തത് 2012. ചെച്നിയയിൽ റഷ്യ നടത്തിയ കുരുതികൾ പുറത്തു കൊണ്ടുവന്നതിന് പുടിൻ അയച്ച കൊലയാളികൾ ആന പൊളിറ്റ്കോസ്കയെ ഉന്മൂലനം ചെയ്തത് 2006. ബുർക്കിന ഫാസോയിലെ പ്രസിഡന്റിന്റെ സഹോദരൻ നടത്തിയ കൊലപാതകം അന്വേഷിച്ചതിന് ആ പ്രസിഡന്റിന്റെ ആൾക്കാർ ചുട്ടുകൊന്ന നോർബർട്ട് സോങ്കോ ആണ് മറ്റൊരു ഇര. ഇക്കൊല്ലം തന്നെ ഗസയിലും അധിനിവിഷ്ട ഫലസ്തീനിലും ഇസ്രായേലിലും അനേകം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. അലി അബു അഫാഷ്, ഷീമോൻ കാമിലി, മുഹമ്മദ് നൂറുദ്ദീൻ അൽ ദൈരി, റമി റയ്യാൻ, ഖാലിദ് റിയാദ് ഹമദ്, ഹാമിദ് ഷിഹാബ്. CPJയുടെ കണക്കിൽ 1992 ശേഷം ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഇറാഖിലാണ്, 166 പേർ. ഫിലിപ്പീൻസ് 76, സിറിയ 68 എന്നിങ്ങനെ പോകുന്നു ആ കണക്ക്. ഇന്ത്യയിൽ 32 പേർ കൊല്ലപ്പെട്ടു. മാധ്യമ പ്രവർത്തനത്തിൻ്റെ പേരിലോ എന്ന് വ്യക്തമല്ലാത്ത 23 കൊലകൾ വേറെയുമുണ്ട്. 2014 അവസ്ഥ വെച്ച് ഇന്ത്യയെ CPJ വിശേഷിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടാത്ത സ്ഥലം എന്നാണ്. ഇന്ത്യയിൽ 2008 മുതൽ 7 പത്രപ്രവർത്തകർ വധിക്കപ്പെട്ടുവെന്ന് CPJ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയക്കാരുടെ കൊള്ളരുതായ്മകൾ, അഴിമതി, കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയെപ്പറ്റി റിപ്പോർട്ട് ചെയ്തവരായിരുന്നു ഇവർ. കഴിഞ്ഞ വർഷം 2 പേർ കൊല്ലപ്പെട്ടു. അതിലൊന്ന് നരേന്ദ്ര ദഭോൽക്കറാണ്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന 13 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെയും പെടുത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തനം പ്രസക്തമാകുന്നത് ദുശ്ശക്തികളെ തുറന്നു കാട്ടുമ്പോഴാണ്. അത് അപകടകരമാകുന്നതും അപ്പോൾ തന്നെ. ധീരരായവർക്ക് മാധ്യമപ്രവർത്തനത്തെ വിപ്ലവ പ്രവർത്തനമാക്കി മാറ്റാനാകും. ആയുധമെടുക്കാത്ത വിപ്ലവം, പേന കൊണ്ടുള്ള സമരം.